അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൂരക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചൂര ആദ്യം കഴുകി അതിൻ്റെ ഉള്ളിൽ വരാനായിട്ട് മറ്റേ കുടംപുളി ഇട്ട് വെക്കണം. വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ കുടംപുളി ഇട്ട് വെള്ളത്തിൽ വെച്ചാൽ ആദ്യമൊക്കെ. അതിനുശേഷം സവാള, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ നമ്മൾ ഒലിച്ചെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഇട്ട് ശേഷം നമ്മളൊരു അത്യാവശ്യം വലിയ പാത്രത്തിൽ ഉലുവായും പിന്നെ വേപ്പിലയും പിന്നെ ഇഞ്ചി ചതച്ചിട്ടതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് ഒന്ന് വാടി വന്ന ശേഷവും ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടല്ലോ അത് നമ്മളങ്ങനെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നഴിയുമ്പോഴേക്കും നമ്മൾ സവാള അരിഞ്ഞത് ഒന്ന് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാള അധികം വേണ്ട കേട്ടോ, ചൂരക്കറി ഉണ്ടാക്കുന്ന കുറച്ച് മതി. നമുക്ക് തക്കാളി ഇട്ടെടുക്കാം. അതിന് തക്കാളിയും സവാളയെല്ലാം കൂടി ഇട്ടിങ്ങനെ നല്ലോണം ഇളക്കണം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി മസാലയിലോട്ട് പോവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേയൊക്കെ പൊടിയൊക്കെ ഇടുന്നുണ്ട് നമ്മൾ. അതിനുശേഷം ഇത് മസാലയും നമ്മൾ സവാളയൊക്കെ കൂടെ നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് മസാലയൊക്കെ ഒന്ന് വെള്ളത്തിലോട്ട് അലിയുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുടംപുള്ളി നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലിട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉപ്പിട്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൂര എടുത്ത് കറിയിലോട്ട് ഇടാം. ഇതൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.